Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good നിങ്ങൾ എന്നെ കണ്ട് afternoon. ഇന്നലെ ഞാൻ അറിഞ്ഞില്ലേ? Good afternoon. നാളെ ഞാനാണ്. Good afternoon, ma'am. Good afternoon. ഓക്കെ, നമ്മള് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ വരെ പറഞ്ഞു നിർത്തിയല്ലേ? നെക്സ്റ്റ് ആണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഇൻ CSSD. ഓക്കെ, എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാല്? ഫേസ് കാണുന്നില്ലേ? എന്താണ് ഇൻഡിക്കേറ്റർ? സൂചിക അല്ലെ? ഓക്കെ, അപ്പോ നമ്മൾ ഏതൊരു ചാപ്റ്റർ പഠിക്കുമ്പോഴും നമ്മൾ ആക്സിഡന്റ് എമർജൻസി പഠിച്ചു, അതിനകത്ത് നമ്മള് ഈ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഏതൊരു ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ CSSD-യില് അതിന്റെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടാണോ നടക്കുന്നത്, അതുപോലെ തന്നെ ഓരോ മെഷീൻസും കറക്റ്റ് ആയിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് വൺ ആണ്, അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. എന്താണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാല്? എന്തുമായിട്ടായിരിക്കും റിലേറ്റ് ചെയ്യപ്പെടുന്നത് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ? എങ്ങനെയായിരിക്കും? എങ്ങനെയാ അവിടെ ക്വാളിറ്റി നോക്കുന്നത്? എന്ത് വെച്ചിട്ടായിരിക്കാം? മെഷീൻസ് വെച്ചിട്ടാണ് അല്ലെ? മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ആണ് കെമിക്കൽ ഇൻഡിക്കേറ്റർ. ഓക്കെ, കെമിക്കൽസ് വെച്ചിട്ടാണ് അവിടെ ചെയ്യുന്നത്. പിന്നെന്താ? ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, രണ്ടിന്റെയും ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നോക്കാം. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഡിസ്പ്ലേയിങ് record time, temperature, humidity and pressure throughout the time of the sterilization cycle. എന്താണ് ഇവിടെ പറയുന്നത്? നമ്മള് മെഷീൻ, എന്ത് മെഷീനാണ് ഉപയോഗിക്കുന്നത് സ്റ്റെറിലൈസേഷന്? എന്ത് മെഷീനായിരിക്കാം? ഓട്ടോക്ലേവ് അല്ലെ? സ്റ്റീം സ്റ്റെറിലൈസേഷൻ എടുക്കുമ്പോ ഓട്ടോക്ലേവ് മെഷീൻ ആണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ടൈം റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അതിന്റെ പ്രഷർ, ടെമ്പറേച്ചർ ഒക്കെ. ടെമ്പറേച്ചർ എത്രയാണ് നമ്മൾ കൊടുക്കുന്നത് അവിടെ? എത്ര കൊടുക്കാം ഓട്ടോക്ലേവിന്? എത്ര കൊടുക്കുന്നത്? 121. അതുപോലെ പ്രഷറോ? പ്രഷർ എത്ര? 15 ആണ്. അതിന്റെ പ്രോസസിംഗ് ടൈം എത്ര വരെയാണ് കൊടുക്കുന്നത്, സെറ്റ് ചെയ്യുന്നത്? ഓക്കെ, 20 മിനിറ്റ്സ് ആണ് അല്ലെ? അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഓട്ടോക്ലേവ് മെഷീനെ കൂടി ഒരു മെഷീനും കൂടി ഘടിപ്പിച്ച് നമ്മള് സ്റ്റെറിലൈസേഷൻ തുടങ്ങും. ഇനി സ്റ്റെറിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആകുമ്പോ ഒരു 18 മിനിറ്റിനുള്ളില് മെഷീൻ വർക്ക് കഴിഞ്ഞ് അതിന്റെ പ്രോസസ്സിങ് ടൈം കഴിഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് അതിന്റെ പ്രോസസ്സിങ് ടൈം കഴിഞ്ഞു എന്ന് നമ്മൾ കണ്ടെത്തി കഴിയുമ്പോ അത് കറക്റ്റ് ആയിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുമോ? നമ്മളൊരു ഓട്ടോക്ലേവ് മെഷീനില് ഒരു മെഷീൻ ഘടിപ്പിച്ച് നമ്മൾ ഇത് കറക്റ്റ് ആയിട്ടാണോ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കറക്റ്റ് ആയിട്ടാണോ മെഷീൻ പ്രവർത്തിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, മെഷീൻ വെച്ചിട്ടാണ് അതിന്റെ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോ 20 മിനിറ്റ്സ് ആണ് അതിന്റെ പ്രോസസ്സിംഗ് ടൈം എന്നുള്ളത് അറിയാം നമുക്ക്. 18 മിനിറ്റിൽ അതിന്റെ പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെഷീൻ, ഓട്ടോക്ലേവ് എന്ന മെഷീൻ ക്വാളിറ്റിയോടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇതാണ് എന്റെ ചോദ്യം. പറ്റും?
എന്തുകൊണ്ടാ പറ്റുന്നത്? ഇല്ല. എന്തുകൊണ്ടാ പറ്റുന്നത്? ഓക്കെ, ഹരിത പറഞ്ഞു ഇല്ല എന്ന്. എന്താണ് അതിന്റെ റീസൺ? ഓക്കെ, ഹരിതയ്ക്കൊന്ന് പറയാൻ പറ്റുമോ എന്തുകൊണ്ടാണ് ഇല്ല എന്ന് പറഞ്ഞത്? അതിന്റെ റീസൺ എന്താ? വെറുതെ ഇങ്ങനെ പറയാല്ലേ? ആണോ ഹരിത? ഓക്കെ, നന്ദിനി എന്താണ്? ടൈം സെറ്റ് ചെയ്യുന്നുണ്ട്. ടൈം സെറ്റ് കമന്റ് ചെയ്തത് പറഞ്ഞതാണോ? അല്ല മാം, ടൈം സെറ്റിംഗ് ആണ് അത് കൊടുത്തേക്കുന്നത്. ടൈം സെറ്റ് കൊണ്ട് കൊടുത്തത്. 1 മിനിറ്റ് നന്ദിനി. ഓട്ടോക്ലേവ് മെഷീൻ എത്ര മിനിറ്റ്സ് ആണ് പ്രോസസിംഗ് ടൈം എന്ന് പറയുന്നത് ഹരിത? വേറെ ആരും മിണ്ടണ്ട. ഓട്ടോക്ലേവ് മെഷീന്റെ പ്രോസസിംഗ് ടൈം എത്രയാണ്? ഹലോ, ആ പറഞ്ഞോളൂ. അതില് ടൈം ഇത് കൊടുത്തില്ല മാം. ടൈമിന്റെ ഒരു ഇത് ഞാൻ ക്ലാസ്സിൽ കയറിയില്ലായിരുന്നു. കാരണം ഇന്നലെ മോനോട് ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അതുകൊണ്ട് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല. അതാണ് ഇന്നലെ എടുത്ത ഭാഗവത്തിന്റെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിച്ചത്. അപ്പൊ എന്തുകൊണ്ടാണ് കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്, എങ്ങനെയാണ് കിട്ടിയെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. മറ്റുള്ള കുട്ടികൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയതാണല്ലേ? ആണോ? ഞാൻ നോക്കിയതാ, പറഞ്ഞു നോക്കിയതാ. അല്ല, ഇന്നലെ ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല. ഞാൻ ചോദിച്ചത്. അല്ല, ഇന്നലെ ക്ലാസ്സിൽ കയറില്ല. മോളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോണായിരുന്നു. അപ്പൊ ക്ലാസ്സിൽ കയറാൻ ഒത്തില്ല. അപ്പൊ എനിക്ക് ഒന്നുകൂടെ പറയാൻ പറഞ്ഞില്ലേ മറ്റേ ഭാഗങ്ങള്. ആ ഒരു ചില ഡൗട്ട് ഉണ്ട്. ഇന്നലെ എടുത്ത 1 മണിക്കൂർ എടുത്ത ക്ലാസ് ഞാൻ ഇങ്ങനെ ഹരിതയ്ക്ക് വേണ്ടി ഇരുന്ന് പറയണം? അതല്ല, അത് ചെറിയ ഡൗട്ട്. ഫുള്ള് എടുക്കണമെന്നല്ല, ഡൗട്ട് വരുന്ന ഭാഗം മാത്രം ഒന്ന് പറഞ്ഞ. ഫുള്ള് എടുക്കാൻ ഞാൻ പറഞ്ഞില്ല. ആ ഡൗട്ട് വരുന്ന ഭാഗം ക്ലിയർ ആണ്. റെക്കോർഡിംഗ് ക്ലാസ് ആ 1 മണിക്കൂർ ഇനിയിപ്പോ ഇരുന്ന് പറയാൻ വേണ്ടി ടൈം ഇല്ല. ബാക്കിയുള്ള കുട്ടികൾക്ക് വേസ്റ്റ് ആണ് ആ ടൈം. ഓക്കെ 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 മാം. നന്ദിനി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഒരു സിവിലൈസേഷൻ ചെയ്യാനായിട്ട് ടൈം വേണ്ടിയിട്ടുള്ളത് 20 മിനിറ്റ്സ് ആണ്. അപ്പൊ അത് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പം ആ 20 മിനിറ്റ്സിന് മുന്നേ തന്നെ ഇത് ആയിട്ടുണ്ടെങ്കിൽ പോലും ആ 20 മിനിറ്റ്സ് കഴിയാതെ ആ മെഷീൻ ഓഫ് ആകാൻ സാധ്യതയില്ല. മേ ബി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും. അപ്പൊ അത് ക്വാളിറ്റി ഉണ്ടെന്നാണോ പറയുന്നത്? ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് മാം. കാരണം 20 മിനിറ്റ്സ് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു ടൈം അല്ല അതിന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ 18 മിനിറ്റ്സിൽ അത് ആയിട്ടുണ്ടെങ്കിൽ പോലും ആഫ്റ്റർ 20 മിനിറ്റ്സ് ആയിരിക്കുമല്ലോ അത് ഓഫ് ആയി പോകുന്നത്, അല്ലെ നമ്മൾ ഓഫ് ആക്കുന്നത്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് അതല്ല, അതിന്റെ പ്രോസസിംഗ് ടൈം, ഓട്ടോക്ലേവ് എന്ന മെഷീന്റെ പ്രോസസിംഗ് ടൈം എന്ന് പറയുന്നത് 20 മിനിറ്റ്സ് ആണ്. അതിന് മുൻപ് അത് ഓഫ് ആയെങ്കിൽ അതിന് ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അതിന്റെ പ്രോസസിംഗ് ടൈം എടുക്കുന്നത് 20 മിനിറ്റ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. 121 ഡിഗ്രി ആകുമ്പോൾ നല്ല ചൂടല്ലേ? പ്രോസസിംഗ് ടൈം 20 മിനിറ്റ്സ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. 20 മിനിറ്റ്സില് ടൈം 20 മിനിറ്റ്സിലും 121 ഡിഗ്രി അല്ലേ നമ്മൾ പറയുന്നത്. അത്രയും ചൂടിലാകുമ്പോൾ മേ ബി അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ള സ്റ്റെറിലൈസ് ആയിരിക്കാം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മനസ്സിലായോ? നിങ്ങൾക്ക് കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായോ? ക്ലിയർ ആയോ? 20 മിനിറ്റ്സിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 20 മിനിറ്റ്സ് തന്നെ എടുത്തിരിക്കണം. അതിൽ കുറവായിട്ടുണ്ടെങ്കിൽ എന്താ മനസ്സിലാക്കാൻ പറ്റാ? ക്വാളിറ്റി ഇല്ല, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ,
അപ്പൊ അതാണ് മിഷൻ വെച്ചിട്ട് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മിഷൻ വെച്ചിട്ട് നമ്മള് ഓട്ടോക്ലേവ് മിഷനിൽ ഒരു മിഷൻ ഘടിപ്പിച്ചിട്ടാണ് അത് ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെക്ക് ചെയ്യുന്നുണ്ട്? എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം? റെക്കോർഡിംഗ് ടൈം ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, അതുപോലെ തന്നെ പ്രഷർ, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മള് ആ മിഷൻ വെച്ചിട്ട് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് തുടങ്ങുന്നത്. സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന്റെ ടൈം എന്ന് പറയുന്നത് 20 minutes ആണ്. അതില് ഉള്ളില് ആ കറക്റ്റ് ടൈമിങ്ങിലാണ് അത് പ്രോസസ്സിംഗ് കഴിഞ്ഞ് സ്റ്റോപ്പ് ആവുന്നതെങ്കിൽ ആ മിഷന് ക്വാളിറ്റി ഉണ്ടെന്ന് ചെക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി അഥവാ ഈ 15 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 16 മിനിറ്റിനുള്ളിൽ മിഷൻ സ്റ്റോപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? മിഷൻ എവിടെയോ തകരാറുണ്ട്, ക്വാളിറ്റിയോടെ അല്ല ഇത് പ്രവർത്തിക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. കെമിക്കൽസ് വെച്ചിട്ട് നമ്മള് മിഷൻ ക്വാളിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, കണ്ടോ? 2 ചിത്രങ്ങൾ കണ്ടോ? കണ്ടോ? ഓക്കെ, കെമിക്കൽസിന്റെ അങ്ങോട്ട് നോക്കിയേ, അവിടെ ഒരു ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട് അല്ലെ? എന്താ അവിടെ കാണുന്നത്? എന്താ അതിനെ പറയാം നമ്മള്? എന്താ പറയാന്ന് അറിയോ? ഇൻഡിക്കേറ്റർ. ഓക്കെ, സ്ട്രിപ്സ് എന്നാണ് അതിനെ പറയുന്നത് കേട്ടോ. സ്ട്രിപ്സ്. ഓക്കെ, STRIPS, സ്ട്രിപ്സ് ആണ് കേട്ടോ. അത് കെമിക്കൽസ് ആണ്. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. All chemical indicators are designed to react in physical conditions inside the sterilization chamber. This confirms that an autoclave or steam sterilizer is working. There are many types of chemical indicators, such as Vovid test packer and chemical indicator strips. ആ ലൈൻ ഉണ്ടോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില്? ലാസ്റ്റ് ലൈൻ ടെക്സ്റ്റിൽ ഇല്ല, ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. ആ ലാസ്റ്റ് ലൈൻ ഒന്ന് എഴുതിയെടുക്കാം. ഓക്കെ, എന്നിട്ട് പറയാം കേട്ടോ. എഴുതിയെടുത്ത് കഴിഞ്ഞിട്ട് കമ്പിടാം. കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ വലുതാക്കണോ? ഓക്കെ, അപ്പൊ എഴുതിയെടുത്ത് കഴിഞ്ഞിട്ട് മിസ്സിനോട് പറയാം കേട്ടോ. അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാം. കഴിഞ്ഞു. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ഇവിടെ കെമിക്കൽസ് യൂസ് ചെയ്തുകൊണ്ടാണ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, കെമിക്കൽ സ്ട്രിപ്സുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന ചേംബറില് ഈ പാക്ക് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചേംബറില് ഐറ്റംസുകൾ പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന് നമ്മൾ ചെയ്യുന്നത് അല്ലെ? ആ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന് അയക്കുന്നത് അല്ലെ? ഐറ്റംസുകൾ പാക്ക് ചെയ്ത് വെച്ച് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് സ്റ്റെറിലൈസേഷൻ ചേംബറിൽ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പാക്കിനെ കൂടി ഐറ്റത്തിന്റെ പുറത്ത് ഈ സ്ട്രിപ്പുകൾ നമ്മൾ കണ്ടില്ലേ? ഇവിടെ ഏരോമാർക്ക് ഇട്ടത് കണ്ടില്ലേ? ആ സ്ട്രിപ്പുകൾ നമ്മൾ എന്ത് ചെയ്യും? ഒട്ടിച്ച് വെക്കും. ഓക്കെ, ആ പാക്കിനെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഐറ്റത്തിന്റെ പുറത്ത് സ്ട്രിപ്പുകൾ നമ്മൾ ഒട്ടിച്ച് വെക്കുന്നു. അങ്ങനെ സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട് വെക്കും. പിന്നീട് സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ ഫിസിക്കൽ കണ്ടീഷൻസ് ഉണ്ടാവും അല്ലെ? നമ്മുടെ ടെമ്പറേച്ചർ, പ്രഷർ, അതുപോലെയുള്ള കാര്യങ്ങൾ, ടൈമുകളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? അങ്ങനെയുള്ള ടെമ്പറേച്ചറും പ്രഷറും കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഫിസിക്കൽ കണ്ടീഷൻസിൽ എന്തുണ്ടാവും? റിയാക്ഷൻ സംഭവിക്കും. ഓക്കെ, അങ്ങനെ റിയാക്ഷൻ സംഭവിക്കാനായിട്ട് തുടങ്ങും. സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ്
ആ ട്രേ നമ്മൾ പുറത്തെടുക്കുന്ന സമയത്ത് ആ സ്ട്രിപ്പുകളില് എന്തെങ്കിലും കളർ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് സക്സസ്ഫുൾ ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ സ്ട്രിപ്പുകളില് എന്തെങ്കിലും കളർ ചേഞ്ചുകൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ മിഷൻ ക്വാളിറ്റിയോടാണ് പ്രവർത്തിക്കുന്നത്. സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് സക്സസ്ഫുൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ ആയോ? കെമിക്കൽ ഇൻഡിക്കേറ്റർ. ഓക്കെ, ഇനി ഓക്കെ ഒരു ലാസ്റ്റ് വരിയും കൂടി അല്ലെ, ലാസ്റ്റ് ലൈൻ കൂടി നമുക്ക് നോക്കാം. There are many types of chemical indicators such as OV, test pack and chemical indicator sticks. എക്സാമ്പിൾ ആയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കെമിക്കൽ ഇൻഡിക്കേറ്ററിന്റെ സ്റ്റിക്സ്, ആ സ്റ്റിക്സ് ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ബോവി ടെസ്റ്റ് പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് ആണ്. ആ പാക്കറ്റിന്റെ മുകളിലായിട്ട് ഇങ്ങനെ കുത്ത് പോലെ ഉണ്ടാവും. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഈ പാക്കറ്റ് മാത്രം നമ്മള് മിഷൻ ക്വാളിറ്റിയോടെയാണോ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ പാക്കറ്റ് സ്ട്രിപ്സുകളാണെങ്കിൽ നമ്മൾ ലേബൽ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന് ചെയ്യുന്നത്. ഓക്കെ, ഈ പാക്കറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പാക്ക് മാത്രം വെച്ചിട്ട് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന് ഇത് ചെയ്യാനായിട്ട് തുടങ്ങും. എന്നിട്ട് സ്റ്റെറിലൈസേഷൻ പ്രോസസ് ചെയ്ത് നമ്മൾ ആ ചേമ്പറിൽ നിന്ന് ഈ പാക്ക് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഇതിന് മുകളിൽ ഇങ്ങനെ കുത്ത് ഉണ്ടാവുന്നു. ആ കുത്തില് എന്താണ് ഡോക്ടറിലൊക്കെ ഈ കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ക്വാളിറ്റിയോടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അവിടെ കൊടുത്തിരിക്കുന്നത് ഈ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ രണ്ട് എക്സാമ്പിൾസ് ആണ്. OV ടെസ്റ്റ് പാക്കും അതുപോലെ തന്നെ കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ്. ഓക്കെ ആണോ? കെമിക്കൽ ഇൻഡിക്കേറ്റർ ആൻഡ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആർ ഓൾസോ നോൺ ആസ് the name of a bioindicator. Okay, bioindicator എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സ്ക്രീനിൽ വ്യത്യാസമുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. Okay, bioindicators, they are living creatures such as microorganisms. Okay, living creatures ജീവനുള്ളവയാണ്. ഇനി എന്താ? They used to confirm the sterilization performance to verify the sterilization procedure, display the sterilization effect of the production process, etc. ഇവിടെ പറയുന്നത് നമ്മുടെ ഈ ബയോളജിക്കൽ ഇൻഡിക്കേറ്ററിനെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എന്താണ്? ബയോ ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സിനെ പറയുന്ന മറ്റൊരു പേരാണ് ബയോ ഇൻഡിക്കേറ്റർ. ഇനി എന്താ? ജീവനുള്ളവയാണ് നമ്മൾ പറഞ്ഞു അല്ലെ, മൈക്രോ ഓർഗാനിസംസ് ആണ് അതിനകത്തുള്ളത്. ഇവിടെ നോക്കിയേ, ബയോളജിക്കൽ എന്നുള്ളതിന്റെ ആരോ മാർക്ക് പോയിരിക്കുന്നത് എങ്ങോട്ടാണ്? 3 ബോട്ടിൽസ് കാണാം അല്ലെ. ഈ 3 ബോട്ടിൽസിനുള്ളിൽ മൈക്രോ ഓർഗാനിസംസ് ആണുള്ളത്. ഈ ബോട്ടിൽസിനെ പറയുന്ന പേരാണ് ആംപ്യൂൾസ്. ആംപ്യൂൾസ് കേട്ടോ, AMPULSE, ആംപ്യൂൾസ് എന്നാണ് പറയുന്നത് കേട്ടോ. AMPULSE. ഓക്കെ, അപ്പോ ജീവനുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ എന്താണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആംപ്യൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോ നമ്മള് ഈ സ്ട്രിപ്സിന് ചെയ്തില്ലേ? സ്ട്രിപ്സ് എന്താണ്? ഈ ഐറ്റത്തിന്റെ കൂടെ ഇത് ലേബൽ ഒട്ടിച്ച് സ്ട്രിപ്സുകൾ ലേബൽ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെയിം പ്രോസസ് ആണ് ഈ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സിനും ചെയ്യുന്നത്. നമ്മള് ഈ ആംപ്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഐറ്റത്തിന്റെ പുറത്ത് ലേബൽ ചെയ്ത് വെക്കും. എന്നിട്ട് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് ഐറ്റം എടുക്കുമ്പോൾ ഈ ആംപ്യൂൾസിൽ എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ കളർ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്വാളിറ്റിയോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, ബോട്ടിലിനകത്ത് എന്താണ്? ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാകും. അപ്പോ അതിനെ പറയുന്നതാണ്, ബോട്ടിലിനെ പറയുന്നതാണ് ആംപ്യൂൾസ് എന്നാണ് വിളിക്കുന്നത്.
കളർ ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാല് ഏതാ നമുക്ക് ക്വാളിറ്റിയോടെയാണ് ഈ മെഷീൻ പ്രവർത്തിക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. വായിച്ചു നോക്കിയേ. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ, കെമിക്കൽ ഇൻഡിക്കേറ്റർ, ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് CSSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഓക്കെ, 4 സിസ്റ്റംസ് ആണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. ക്ലീൻ ഫോർ ഡേറ്റ എക്സ്ചേഞ്ച്, റിക്വസിഷൻ സിസ്റ്റം, ഗ്രോസറി സിസ്റ്റം, ക്വാട്ട സിസ്റ്റം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, ക്ലീൻ ഫോർ ഡേറ്റ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ a sterilized article is provided at the CSSD issue counter in exchange for a used one at any time. എന്താ പറയുന്നത് അവിടെ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ എന്താ ഒരു എക്സ്ചേഞ്ച് നമുക്ക് ഇപ്പോ എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയിട്ട് ഒരു ചുരിദാർ മെറ്റീരിയൽ വാങ്ങിച്ചു. ഓക്കെ, ആൾ അറിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ വീട്ടിൽ പോയി കൊണ്ട് കൊടുക്കുമ്പോ എന്താണ്, ചിലപ്പോ സൈസ് പറ്റുന്നുണ്ടാവില്ല, ചിലപ്പോ ആൾക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. അപ്പൊ ആൾ എന്ത് ചെയ്യും? എന്താ ചെയ്യാ? സൈസ് പാകായില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് പോലെ എക്സ്ചേഞ്ച് ചെയ്യും. അവിടെ പോയിട്ടല്ലേ, ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട് അല്ലെ. ആൾ എന്ത് ചെയ്യും? അവിടെ കൊണ്ടുപോയി കൊടുത്ത് ആളുടെ സൈസിന് പറ്റുന്ന തരത്തിലുള്ള ആൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് വാങ്ങിക്കും അല്ലെ. ആ പൈസയ്ക്കുള്ള മെറ്റീരിയൽ വാങ്ങിക്കും. അതുപോലെയാണ് ഇവിടെ എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മലിനമായിട്ടുള്ള എന്താണ് എക്യുപ്മെന്റ്സുകൾ കൊണ്ടുവന്ന് ഇവിടെ റിസീവ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസിൻഫെക്റ്റ് ആക്കിയിട്ടുള്ള അല്ലെ, അണുവിമുക്തമാക്കിയിട്ടുള്ള നല്ല രീതിയിലുള്ള ഐറ്റംസ് അല്ലെ, പെർഫെക്റ്റ് ആയിട്ടുള്ള അണുവിമുക്തമാക്കിയിട്ടുള്ള ഐറ്റംസുകൾ എന്ത് ചെയ്യുന്നുണ്ട്?
CSSDയിൽ നിന്ന് കൊണ്ടുപോകുന്നു. അതാണ് അവിടെ കൊടുക്കുന്നത്. ഒരു എക്സ്ചേഞ്ച് പ്രോസസ് ആണല്ലേ അവിടെ നടക്കുന്നത് അല്ലെ. മലിനമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ കൊണ്ടുവന്ന് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ നശീകരണം വരുത്തിയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ വരുള്ളൂ ചിലപ്പോ കേട്ടോ. എന്താണ്? Sterilized article is provided at the CSSD issue counter in exchange for used one at any time എന്നുള്ളത് കേട്ടോ. ആ എക്സ്ചേഞ്ച് കാണുമ്പോൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം ഏതാണ് സിസ്റ്റം എന്നുള്ളത്. ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? മലിനമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നിന്ന് അണുനശീകരണം വരുത്തിയിട്ടുള്ള ഐറ്റംസുകൾ വാങ്ങിച്ചു കൊണ്ടുപോകുന്നു. പിന്നെ എന്താ? റിക്വിസിഷൻ സിസ്റ്റം. ഓക്കെ, റിക്വിസിഷൻ സിസ്റ്റം നോക്കാം. Articles needed are demanded by users on a daily or regular basis and gathered by them at a CSSD counter. എന്താ പറയുന്നത്? CSSD കൗണ്ടറിൽ നിന്ന് ഡെയിലി ബേസിസിലോ അല്ലെങ്കിൽ റെഗുലർ ബേസിസിലോ, അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തേ, ഡെയിലി ഓർ റെഗുലർ ബേസിസ്, അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. CSSD കൗണ്ടറിൽ നിന്ന് എന്താണ്? ഡെയിലി ബേസിസിലോ അല്ലെങ്കിൽ റെഗുലർ ബേസിസിലോ ഐറ്റംസുകൾ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യമനുസരിച്ചിട്ട്, ഇപ്പോ ഓപ്പറേഷൻ തിയേറ്റർ ആവാം, അല്ലെങ്കിൽ റേഡിയോളജി ആവാം, അല്ലെങ്കിൽ പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഡിമാൻഡ്, ആവശ്യം അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? CSSD കൗണ്ടറിൽ നിന്ന് ഡെയിലി ബേസിസിലോ റെഗുലർ ബേസിസിലോ ഐറ്റംസുകൾ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. അതിനെയാണ് റിക്വിസിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഗ്രോസറി സിസ്റ്റം. ഓക്കെ, ഗ്രോസറി എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോസറി എന്താണ്? ഗ്രോസറി നമ്മൾ വീടുകളിലൊക്കെ ഐറ്റംസുകൾ അല്ലെങ്കിൽ വാങ്ങിക്കാറുണ്ട്, പലചരക്ക് സാധനങ്ങൾ അല്ലെ, പലവ്യഞ്ജനങ്ങൾ അല്ലെ. ഓക്കെ, ഇപ്പൊ അരി, പഞ്ചസാര, വെളിച്ചെണ്ണ അല്ലെ. നമ്മൾ എന്ത് ചെയ്യും? ഓരോ മാസവും നമ്മൾ എന്ത് ചെയ്യും? ഐറ്റംസുകൾ തീരുന്നതനുസരിച്ചിട്ട് അരി 5 കിലോ, പഞ്ചസാര 3 കിലോ, വെളിച്ചെണ്ണ 2 കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് എന്ത് ചെയ്യാറുണ്ട്? ലിസ്റ്റ് ഇടും ഇല്ലേ? ലിസ്റ്റ് എഴുതി കൊടുക്കും. അല്ലെങ്കിൽ എന്താ, നമ്മൾ മറന്നു പോകും അല്ലെ. ഏതെങ്കിലും ഐറ്റംസുകൾ നമ്മള് ചിലപ്പോ കടയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നമ്മൾ മറന്നു പോകും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓരോ കാര്യങ്ങളും നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെക്കും ഇല്ലേ? ലിസ്റ്റ് ഇട്ട് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കടയിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. ഇനി അവരെന്ത് ചെയ്യും? ആ ലിസ്റ്റ് നോക്കി ഐറ്റംസുകൾ, അരി 5 കിലോ ആണെങ്കിൽ 5 കിലോ എടുക്കും, പാക്ക് ചെയ്യും. പഞ്ചസാര 3 കിലോ ആണെങ്കിൽ 3 കിലോ പാക്ക് ചെയ്യും. അങ്ങനെ പാക്ക് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് എത്തിച്ചു തരാറുണ്ട് ഇല്ലേ? അങ്ങനെയല്ലേ ചെയ്യാറ് അല്ലെ? വീട്ടിലൊക്കെ ആരുമില്ല, അല്ലെങ്കിൽ എന്താ, മുതിർന്ന ആളുകള്, വയ്യാത്തവരൊക്കെ ആണെങ്കിൽ ആ ലിസ്റ്റ് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാല് അവരെന്ത് ചെയ്യുന്നുണ്ട്? വീട്ടിലേക്ക് സാധനങ്ങൾ എത്തിച്ചു തരാറുണ്ട് അല്ലെ. അങ്ങനെയാണ് ഇപ്പൊ നടക്കുന്നത് അല്ലെ. പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്യാറ് ഇല്ലേ? അപ്പൊ അങ്ങനെ ചെയ്യും. അപ്പോ അവര് ചോദിക്കാറുണ്ടോ, കഴിഞ്ഞ മാസം ഞങ്ങള് തന്ന സാധനം വീട്ടിലുണ്ടോ, അല്ലെങ്കിൽ ഇനി ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ടോ നമ്മളോട്? ഇല്ല. എന്താണ് അവരുടെ ഡ്യൂട്ടി? എന്താ? ആ ലിസ്റ്റ് പ്രകാരം ഐറ്റംസുകൾ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ് അവരുടെ ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെ നോക്കിയേ. Each user's demand for specific period and they are delivered at a suitable intervals regardless of whether the content have been used or not. എന്താ ഇവിടെ പറയുന്നത്? നമ്മള് ഓരോ ഡിപ്പാർട്ട്മെന്റിനും, നമുക്കറിയാം ഹോസ്പിറ്റലുകളിൽ പല പല ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ട ഐറ്റംസുകള് ലിസ്റ്റ് പ്രകാരം നിശ്ചിത കാലയളവില് സ്റ്റെറിലൈസ് ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അതാണ് ഗ്രോസറി സിസ്റ്റം എന്ന് പറയുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ട ഐറ്റംസുകള് ലിസ്റ്റ് പ്രകാരം നിശ്ചിത കാലയളവില് സ്റ്റെറിലൈസേഷൻ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതിനു മുൻപ്
തന്നിരിക്കുന്ന ഐറ്റംസ് ഉപയോഗിച്ചോ എന്ന് അവര് നോക്കാറില്ല. ഓക്കെ, ഇതിനു മുൻപ് ചിലപ്പോ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഐറ്റംസുകൾ അവർ തന്നിട്ടുണ്ടാവും. അത് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ, ബാക്കി ഇരിക്കുന്നുണ്ടോ എന്നൊന്നും അവർ ചോദിക്കാറില്ല. അവരുടെ ഉത്തരവാദിത്തം എന്താണ്? ആ ലിസ്റ്റ് പ്രകാരം, നമ്മളുടെ ആ ലിസ്റ്റ് പ്രകാരം ആവശ്യമനുസരിച്ചിട്ട് നിശ്ചിത കാലയളവില് ഐറ്റംസുകള് സ്റ്റെറിലൈസ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ക്വാട്ട സിസ്റ്റം. Pre-arranged stock levels of different items for each user unit are maintained by delivery personnel from CSSD through frequent deliveries. എന്താ പറയുന്നത്? ക്വാട്ട സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക്. എന്താണ് പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക്? പ്രീ അറേഞ്ച്ഡ് എന്താ മീനിങ് വരാം? എന്താ മീനിങ് പ്രീ അറേഞ്ച്ഡ് എന്ന് പറഞ്ഞാല്? നേരത്തെ അല്ലെങ്കിൽ മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുള്ള സ്റ്റോക്ക് അല്ലേ? മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുള്ള സ്റ്റോക്ക്. അപ്പം ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള പല ഐറ്റംസുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്റ്റോക്ക് അല്ലെ? ആർക്കൊക്കെയാണ് എന്തൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ലിസ്റ്റ് പ്രകാരം അല്ലെ റീ അറേഞ്ച് ചെയ്ത് മുൻകൂട്ടി ക്രമീകരിച്ച സ്റ്റോക്ക്. ഓക്കെ, മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുള്ള സ്റ്റോക്കിനെയാണ് നമ്മൾ പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള പല ഐറ്റംസും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്റ്റോക്കിനെയാണ് നമ്മൾ പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടത്, എന്തൊക്കെ ഐറ്റംസ് ആണ് സ്റ്റോറേജ് ഉള്ളത്, ഓക്കെ എന്ന കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അവരിൽ നിന്നും അറിഞ്ഞ് അത് മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റോക്കിനെയാണ് നമ്മൾ പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അങ്ങനെ മുൻകൂട്ടി സ്റ്റോക്ക് ചെയ്തിട്ടുള്ള അറേഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകള് എന്താണ്? ഈ ഐറ്റംസുകള് ഡെലിവറി ചെയ്യുന്ന പേഴ്സണൽസ്, ഡെലിവറി പേഴ്സണൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഡെലിവറി ചെയ്യുന്ന സ്റ്റാഫുകൾ അവര് പ്രകാരം അല്ലെങ്കിൽ അവര് മുഖേന ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ പതിവായിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനെയാണ് ക്വാട്ട സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, മുൻകൂട്ടി അറേഞ്ച് ചെയ്ത സ്റ്റോക്കുകള് ഡെലിവറി സ്റ്റാഫുകൾ വഴി ഫ്രീക്വന്റ് ആയിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, വായിച്ചു നോക്കിയേ. 4 സിസ്റ്റംസും ഒന്ന് വായിച്ചു നോക്കാം.
നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് മസ്റ്റ് ബി ഇൻഷുർ ചെയ്യേണ്ട കാര്യങ്ങളാണ് നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഏതൊരു ചാപ്റ്റർ പഠിക്കുമ്പോഴും അഡ്മിനിസ്ട്രേഷൻ ഏരിയ ഉറപ്പ് വരുത്തേണ്ട അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇല്ലേ? പഠിച്ചിട്ടില്ലേ? ഓർമ്മയുണ്ടോ? ഓർക്കുന്നുണ്ടോ? ഏതൊരു ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിന്റെ ഒരു ലാസ്റ്റ് ആയിട്ടുണ്ടാവും അല്ലെ? അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ബി ഇൻഷുർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഷുഗർ ഉറപ്പ് വരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഏതാനും ചില പോയിന്റ്സുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ് work practice must be overseen. Written policies, procedures must be strictly followed by the all personnel responsible and accountable for sterilizing and disinfecting items and for handling sterile supplies. ഇവിടെ പറയുന്നത് എന്താണ്? വർക്ക് പ്രാക്ടീസ് മസ്റ്റ് ബി ഓവർസീൻ. അവരുടെ തൊഴിൽ പരിശീലനം കറക്റ്റ് ആയിട്ട് ഓവർസീ ചെയ്യണം അല്ലെ? അതാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയുടെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. അവർക്കാണ് ഏറ്റവും അധികാരം അല്ലെ? ഓരോ ഡിപ്പാർട്ട്മെന്റിനും കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, കറക്റ്റ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയുടെ ഉത്തരവാദിത്തമാണ്. അവരുടെ തൊഴിൽ പരിശീലനം അല്ലെ, വർക്ക് പ്രാക്ടീസ് കറക്റ്റ് ആയിട്ട് ഓവർസീ ചെയ്യണം. റിട്ടൺ പോളിസീസ് പ്രൊസീജിയേഴ്സ് മസ്റ്റ് ബി സ്ട്രിക്ട്ലി ഫോളോഡ് ബൈ ദ പേഴ്സൺ റെസ്പോൺസിബിൾ ആൻഡ് അക്കൗണ്ടബിൾ. അപ്പൊ ഈ ഐറ്റംസുകൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാം, അതുപോലെ തന്നെ ഡിസിൻഫെക്റ്റ് ആക്കാം, സ്റ്റെറിലൈസേഷൻ ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ് എന്ത് ചെയ്യുന്നത്? പോളിസീസ്, പ്രൊസീജിയേഴ്സ്, ഗൈഡ് ലൈൻസ് ഒക്കെ അവരാണ് എഴുതി തരുന്നത്. അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് ഇവര് പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഐറ്റംസുകള് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നുണ്ടോ, ഐറ്റംസുകൾ ഡിസിൻഫെക്റ്റ് ആക്കുന്നുണ്ടോ, ക്ലീൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇവര് തന്നിരിക്കുന്ന പോളിസി പ്രകാരം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇവര് ഉറപ്പുവരുത്തണം. ഫോർ ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ സപ്ലൈസ്, അതുപോലെ തന്നെ എന്താ, നല്ല രീതിയിൽ സ്റ്റെറൈൽ ആയിട്ടുള്ള അണുനശീകരണം വരുത്തിയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇവര് ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളുണ്ട്. ഇഫ് sterility cannot be attained or maintained, the system has failed എന്നാണ് കേട്ടോ. അവിടെ ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അപ്പൊ കറക്റ്റ് ആക്കാം. ഫെയിൽഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ഫെയിൽഡ് തന്നെയല്ലേ? ഓക്കെ. അപ്പോ the sterility cannot be attained or maintained, the system has failed. ഓക്കെ. അണുനശീകരണം കറക്റ്റ് ആയിട്ട് ആയിട്ടില്ല അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? ഈ സിസ്റ്റം CSD എന്ന് പറഞ്ഞിരിക്കുന്ന സിസ്റ്റം വെരി ഫെയിൽഡ് ആണ്. സിസ്റ്റം തന്നെ നമുക്ക് ഫെയിൽഡ് ആണെന്ന് പറയാനായിട്ട് പറ്റും അല്ലെ? അപ്പൊ അവരുടെ കിട്ടുന്ന ഓരോ മലിനമായിട്ടുള്ള ഐറ്റംസും കറക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുകയും കറക്റ്റ് ആയിട്ട് ഡിസിൻഫെക്റ്റ് ആക്കുകയും വേണം. ഓക്കെ. ഇനി എന്താ പോയിന്റുകൾ നോക്കിയേ. ഡീകണ്ടാമിനേറ്റിംഗ്, terminally sterilization and cleaning or reusable items of disposable items. എന്താണ് ഈ നമുക്ക് ഈ എന്താണ് അണുനശീകരണം വരുത്തിയിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ചിലതൊക്കെ നമുക്ക് ഈ CSD കൊണ്ടുവരുന്ന ഐറ്റംസ് ഒക്കെ കളയേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലെ? ഇല്ലേ? ചില ഐറ്റംസുകള് അതിന് പകരമായിട്ട് നമ്മൾ ഇങ്ങനെ എന്താ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇല്ലേ? പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ വീണ്ടും നമുക്ക് റീസൈക്കിൾ ചെയ്ത് റീയൂസബിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചില ഐറ്റംസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് കളയും, ചിലപ്പോ എന്താ ഷാർപ്പണില്ലാത്ത ഐറ്റംസുകള് നല്ല രീതിയിലല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് എന്താണ് വേസ്റ്റ് മെറ്റീരിയൽസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ CSSDയിലേക്ക് കൊണ്ടുവരുന്ന ഐറ്റംസുകൾ കൂടുതൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഐറ്റംസ് ഒക്കെ ഒരുവിധം റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും അത് റീയൂസ് ചെയ്ത് ഉപയോഗിക്കാനായിട്ടും റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. ക്ലീൻ ആക്കി ഡിസിൻഫെക്റ്റ് ആക്കിയിട്ട് വീണ്ടും റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് കഴിയാനായിട്ട് സാധിക്കുന്നു. പിന്നെ എന്താ പാക്കിംഗ് ആൻഡ് ലേബലിംഗ് ഓഫ് ഐറ്റംസ്.
കറക്റ്റ് ആയിട്ട് പാക്ക് ചെയ്യുന്നുണ്ടോ, ലേബലിംഗ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കേട്ടോ. പിന്നെ എന്താണ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ദ സ്റ്റെറിലൈസർ. എന്താണ് ലോഡിംഗ് എന്ന് പറഞ്ഞാല് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചേമ്പറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഐറ്റംസുകൾ എടുത്ത് വെക്കുന്നുണ്ട് അല്ലെ, അതിനെയാണ് ലോഡിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അൺലോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, കറക്റ്റ് ആയിട്ട് പ്രോസസ്സിംഗ് കഴിഞ്ഞതിന് ശേഷം ആ ചേമ്പറിൽ നിന്ന് ഐറ്റംസുകൾ കറക്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ കറക്റ്റ് ആയിട്ട് അത് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുന്നു. പിന്നെ എന്താ ഓപ്പറേറ്റിംഗ് ദ സ്റ്റെറിലൈസർ. നമ്മൾ പറയുന്നത് കറക്റ്റ് ടൈം നമ്മൾ നോക്കും അല്ലെ, കറക്റ്റ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ടോ. ഇപ്പൊ ഓട്ടോക്ലേവ് മെഷീൻ ആണെങ്കിൽ 20 minutes തന്നെയാണോ, അതുകൊണ്ട് തന്നെയാണോ പൂർത്തിയാക്കിയിരിക്കുന്നത് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് എന്നുള്ളത് കറക്റ്റ് ടൈം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, അത് കറക്റ്റ് ആയിട്ടാണോ ചെയ്യുന്നത്, അതിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. പിന്നെന്താ ഡിസ്പ്ലേയിങ് ആൻഡ് കീപ്പിംഗ് റെക്കോർഡ്സ് ഓഫ് ഈച്ച് സൈക്കിള്. എന്താണ് ഈ പ്രഷർ, ടെമ്പറേച്ചർ, അതുപോലെ തന്നെ പല കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടോ, കറക്റ്റ് ആയിട്ടാണോ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് റെക്കോർഡ് ചെയ്ത് വെക്കണം. പിന്നെന്താ അഡ്ഹറിംഗ് ടു സേഫ്റ്റി മെഷേഴ്സ് ആൻഡ് പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോട്ടോകോൾ. എന്താണ് ഈ സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ സുരക്ഷാ നടപടിക്രമങ്ങളും, പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ പ്രതിരോധ പരിപാലന പ്രോട്ടോകോളും കൃത്യമായിട്ട് അവർ പിന്തുടരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാം. സ്റ്റോറിംഗ് ഓഫ് സ്റ്റെറൈൽ ഐറ്റംസ്. എന്താണ് ഐറ്റംസ് പ്ലെയിൻ ഏരിയയിൽ തന്നെയാണോ ആ സ്റ്റെറൈൽ ആയിട്ടുള്ള ഐറ്റംസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കുന്നുണ്ട്. പിന്നെന്താ ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ ഐറ്റംസ് റെഡി ഫോർ യൂസ്. ഇനി അതുപോലെ തന്നെ നമ്മള് സ്റ്റെറൈല് ചെയ്തിരിക്കുന്ന ഐറ്റംസുകൾ റെഡി ഫോർ യൂസിന് വേണ്ടിയിട്ട് സ്റ്റെറൈല് ചെയ്തിരിക്കുന്ന ഐറ്റംസുകൾ നമ്മൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാം. പിന്നെന്താ മേക്കിംഗ് സ്റ്റെറൈൽസ് ട്രാൻസ്ഫർ ടു സ്റ്റെറൈൽ ഫീൽഡ്. എന്താണ് സ്റ്റെറൈൽഡ് ആയിട്ടുള്ള ഐറ്റംസുകൾ സ്റ്റെറൈൽ ചെയ്തിരിക്കുന്ന ഏരിയയിലേക്ക് മാത്രമേ കൊണ്ടുപോകാനായിട്ട് പാടുള്ളൂ അല്ലെ, അല്ലെങ്കിൽ എന്താണ് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെറൈൽ ഫീൽഡിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഈ പോർഷനും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അതും കൂടി നമുക്ക് നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ CSSD മാനേജർ ഇൻ ചാർജ്. എന്താണ് ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് CSSD. നമ്മൾ പറഞ്ഞു മാനേജർ ഇൻചാർജ് എന്ന് പറഞ്ഞാൽ ഓർഗാനോഗ്രാമിൽ പഠിച്ചല്ലേ, ഏത് പൊസിഷനിലാണ് മാനേജർ ഇൻചാർജ് ഉള്ളത് CSSD-യുടെ? ടോപ്പ് പൊസിഷനിൽ, ഏറ്റവും ഫസ്റ്റ് പൊസിഷനിലാണ് അദ്ദേഹം നിൽക്കുന്നത് അല്ലെ. ഓക്കെ, ആ മാനേജറിന്റെ ഏറ്റവും ജോബ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് എന്താണ് ഓക്കെ, ഏറ്റവും ജോബ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഓവറോൾ ആയിട്ടുള്ള സൂപ്പർവിഷൻ ഓഫ് CSSD അല്ലെ, ഓവറോൾ ആയിട്ടുള്ള CSSD-യുടെ ആ ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവിഷൻ നോക്കുക, സൂപ്പർവൈസ് ചെയ്യാൻ മേൽനോട്ടം വഹിക്കാം. പിന്നെ എന്താണ് ഡിസ്പ്ലേയിങ് ദ സ്റ്റെറിലൈസേഷൻ പ്രോസസ്. എന്താണ് ടൈമിങ്, പ്രഷർ, ടെമ്പറേച്ചർ, ഇതൊക്കെ കറക്റ്റ് ആയിട്ടാണോ അല്ലെ, ഓട്ടോക്ലേവില് ഇത്ര ടൈമിംഗ് ആണ്, ഇത്ര ടെമ്പറേച്ചർ ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് കറക്റ്റ് ആയിട്ട് പ്രദർശിപ്പിക്കാം. അതുപോലെ തന്നെ കെമിക്കൽ ഗ്യാസിനാകുമ്പോൾ വേറെയാണ് അല്ലെ, ഫ്ലാഷ് സ്റ്റെറിലൈസറിനാകുമ്പോ വേറെ ടൈമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പ്രദർശിപ്പിക്കുക. പിന്നെന്താണ് സൂപ്പർവൈസിങ്, ഗൈഡിങ് ആൻഡ് ട്രെയിനിങ് സ്റ്റാഫ്. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്ത് കൊടുക്കണം, അവരെ മേൽനോട്ടം വഹിക്കാം, അവർക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം, ഗൈഡ് ചെയ്യുക, ട്രെയിനിങ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഡയറക്റ്റിന്റെ ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റെക്കോർഡ്. ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ഡ്യൂട്ടി റോസ്റ്റർ ഷിഫ്റ്റ് ഡ്യൂട്ടി. ഞാൻ വിചാരിച്ചു മറന്നു പോയിട്ടുണ്ടാവുമെന്ന്. ഓക്കെ, എന്താണ് ഷിഫ്റ്റിംഗ് ടൈം അല്ലെ, ഡേ ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ കറക്റ്റ് ആയിട്ട് അവരെ ഡ്യൂട്ടി റോസ്റ്റർ ചെക്ക് ചെയ്യാതെ റെക്കോർഡുകൾ കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആക്കുക, കീപ്പ് ചെയ്ത് വെക്കാം കേട്ടോ. ഈ റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാം. അലോട്ടിംഗ് റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഭവങ്ങൾ. അപ്പൊ മെഷീൻസ്, എക്യുപ്മെന്റ്സ്, ഇപ്പൊ സ്റ്റാഫുകളൊക്കെ കുറവാണെങ്കിൽ കുറച്ചുകൂടി സ്റ്റാഫുകളെ അലോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കുക. മെഷീൻസ് ആയാലും
അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ് ആയാലും സ്റ്റാഫുകളൊക്കെ കുറച്ചുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്റ്റാഫുകളെ അലോട്ട് ചെയ്ത് നല്ല രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് അത്തരത്തിലുള്ള വിഭവങ്ങളെ അനുവദിച്ചു കൊടുക്കുക. കോസ്റ്റ് കൺട്രോൾ മെഷർ ടു സ്ക്രൂട്ടനൈസ് ആൻഡ് ഡിക്രീസ് ദ നമ്പർ ഓഫ് സൈക്കിൾ. എന്താ പറയുന്നത്? സ്റ്റെറിലൈസേഷൻ പെർഫോം ചെയ്യുന്ന നമ്പർ ഓഫ് സൈക്കിളിന്റെ എണ്ണം കുറച്ചുകൊണ്ട് സൂക്ഷ്മ പരിശോധന നടത്തി കോസ്റ്റ് കൺട്രോൾ ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് കോസ്റ്റ് കൺട്രോൾ ചെയ്യാട്ടോ. അതാണ് അവിടെ പറയുന്ന മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാല് സ്റ്റെറിലൈസേഷൻ പെർഫോം ചെയ്യുന്ന നമ്പർ ഓഫ് സൈക്കിളിന്റെ എണ്ണം കുറച്ചുകൊണ്ട് സ്ക്രൂട്ടനൈസ് ചെയ്ത് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ എന്താ? ഇൻവെന്ററി മാനേജ്മെന്റ് ആൻഡ് സപ്ലൈസ്, മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ്. ഓക്കെ, കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞാൽ ഉപഭോക്തൃ വസ്തുക്കൾ. അപ്പോ സപ്ലൈസും കൺസ്യൂമബിൾസിന്റെയും വിവര പട്ടിക, അല്ലെ? ഇൻവെന്ററി എന്ന് പറഞ്ഞാല് സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിന്റെ വിവര പട്ടിക മാനേജ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് ആരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? CSSD മാനേജർ ഇൻചാർജിന്റെ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? handling sterile items ready for use. Ready for use ന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന സ്റ്റെറൈൽ ആയിട്ടുള്ള ഐറ്റംസുകൾ, അണുനശീകരണം വരുത്തിയിട്ടുള്ള ഐറ്റംസുകൾ കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഇതാണ് ആ പോയിന്റ് കേട്ടോ. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഇത്രയും പേര് ഇപ്പൊ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ടെക്സ്റ്റിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ? അത് കറക്റ്റ് ആക്കി തിരുത്താം കേട്ടോ. ഓക്കെ ഓക്കെ, അത് കറക്റ്റ് ആയിട്ടൊന്ന് തിരുത്താം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. നാളെ കാണാം.